ഈ സീറ്റ് കോഴയുടെ കാര്യത്തിൽ ഇപ്പോൾ ബി.ജെ.പിയും കോൺഗ്രസും ഒരു ഡീലുണ്ടാകുന്നു. കാരണം പ്രിയങ്ക ഗാന്ധിയാണ്, നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി ചായ സൽക്കാരത്തിനൊക്കെ, മോദിയുടെ ചായ സൽക്കാരത്തിനൊക്കെ പോയി ആ ഒരു ഡീലിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതുകൂടിയാകുമ്പോൾ അത് കൃത്യമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും ഇത്തരത്തിൽ കേസുകളിൽ നിന്ന് അതിജീവിക്കാൻ PM കെയറിലേക്ക് അടക്കം കോടികൾ നൽകിയതൊക്കെ നമുക്കറിയാം. ഈ കാര്യത്തിൽ, ഈ സീറ്റ് കോഴയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ദില്ലി പോലീസ് FIR പോലും നൽകാനാകാത്തത്, അതിൻ്റെ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താത്തത്? ശ്രീ M. ജയചന്ദ്രൻ. സാന്ദർഭികമായി ഒരു കാര്യം ഇതിൽ കേരള പോലീസിന്റെ കാര്യം കൂടെ പറയാൻ അവസരം കിട്ടുന്നത് ഞാൻ വേണ്ടെന്ന് വെക്കില്ല. കാരണം കേരള പോലീസിന് തുണ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് ഏതൊരാൾക്കും ഇൻസ്റ്റാൾ ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്ന്. അതില് ക്രൈം നമ്പർ, ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ ആ FIR, ബന്ധപ്പെട്ട കേസിന്റെ FIR മുഴുവനും നമുക്ക് കിട്ടും. അത് കേരള പോലീസ് തുടങ്ങി വെച്ചിട്ടുള്ള സംവിധാനമാണ്. ഡൽഹിയിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല മുഴുവൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ്. രാജസ്ഥാനിൽ നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, ഇപ്പൊ BJPയുമാണ്. അപ്പൊ ഇതൊക്കെ അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ട്രാൻസ്പെറൻസി ഇല്ലാതെ അല്ലെങ്കിൽ ഒട്ടും സുതാര്യമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു നടപടിയും കൂടിയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഇതെങ്ങനെ, ഇത്തരം ഡീലുകൾ എങ്ങനെ കൊഴുപ്പിക്കണമെന്നും അതിന്റെ അന്തർധാര എങ്ങനെ സജീവമാക്കി നിർത്തണം എന്ന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഇതിന്റെ മുതലാളിമാർക്ക്, ഇത് ചെയ്തിട്ടുള്ളവർക്ക്. അത് അക്കാര്യത്തിലൊക്കെ അപാരമായ വൈദഗ്ധ്യമുള്ള കക്ഷികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ FIR ഒക്കെ ഗൗരവ് കുമാറിന് കിട്ടുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിക്കുകയും വേണ്ട. അതിന് വേറെ ഏതെങ്കിലും മനുഷ്യാവകാശ സംഘടനകൾ വഴി അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെ, അപ്പോഴും BJP ആണ് കേന്ദ്രത്തിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം. അപ്പോഴും അത് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അത് ഇവിടെ അതിനും ആക്ഷേപം കേട്ട ആരാണ്? KC വേണുഗോപാലിനോട് ഇക്കാര്യം പറഞ്ഞപ്പോഴും അദ്ദേഹം ആക്ഷേപിച്ചത് കൈരളിക്കെതിരെ മഹാരാഷ്ട്ര കേസ് കൊടുക്കാൻ ആലോചിക്കുമെന്നാണ് പറഞ്ഞു കേട്ടത്. ഇത് ആലോചിക്കുന്നതാണോ തീരുമാനമായോ എന്നൊക്കെ ഉള്ളത് ഇനി അറിയാണ്ടിരിക്കുന്നത്. തീർച്ചയായും ഏതായാലും ആ കാര്യം അങ്ങനെ നിൽക്കുമ്പോ ഇപ്പം മറ്റേ ഈ നമ്മൾ തുടങ്ങി വെച്ച വിഷയത്തിൽ ഒരു കാര്യം കൊണ്ടാണ് ജംഷാദെ, സമയം കഴിയുകയും ചെയ്തല്ലോ. അതുകൊണ്ട് ഒറ്റക്കാര്യം പറയാനുള്ളൂ. ഈ കോൺഗ്രസിനെക്കാളിലും രാഷ്ട്രീയ സ്വാധീനത്തിലും സാമ്പത്തികവും മറ്റു തരത്തിലുള്ള സ്വാധീനത്തിലും പുറകിൽ നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ആ ലീഗിന് പോലും ഈ കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ 8 ഇരട്ടിയോളമാണ് ലീഗ് ഈ വയനാട് ഫണ്ടിൽ പിരിച്ചെടുത്തത് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ പിരിവ് ശേഷി ഇല്ലാതായെന്നോ അസ്തമിച്ചു പോയെന്നോ അവരതിനകത്ത് വേണ്ടെന്ന് വെച്ചെന്നോ ആണോ നമ്മൾ കരുതേണ്ടത്? അത് പറയണം, റജി പറയണം. അത് റജിക്കും പറയാനാകില്ല, ഒരുപക്ഷെ KPC പ്രസിഡന്റും പറയാനാകില്ല, പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ പറയാനായേക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ശ്രീ B. ജയചന്ദ്രൻ.